അതീവ ശക്തിയുള്ള കുട്ടിച്ചാത്തൻ മന്ത്രം. കാര്യങ്ങൾ നിറവേറാൻ പ്രാർത്ഥനകളും വഴിപാടുകളും പലതും ചെയ്തിട്ടും ഫലം ലഭിക്കാത്തവർ ചാത്തൻ സ്വാമിയുടെ ഈ മന്ത്രം ജപിച്ചു പ്രാർത്ഥിച്ചാൽ ഫലം നേടാനാകും. കച്ചവടം വർദ്ധിക്കാനും സാമ്പത്തിക നേട്ടം കൈവരിക്കാനും കടബാധ്യതകൾ മാറാനും സർവ്വ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാനും ഈ മന്ത്രം ജപിക്കാം. അതുപോലെ തൊഴിൽ തടസ്സം, കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ ഒക്കെ ചാത്തനെ പൂജിക്കണം. ഭക്തിപൂർവം പ്രാർത്ഥിച്ചാൽ തന്റെ ഭക്തരെ രക്ഷിക്കാൻ ഓടിവരുന്ന ദേവതയാണ് ചാത്തൻ സ്വാമി. ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈ മന്ത്രം ജപിക്കാം. സർവ്വദോഷങ്ങളും മാറ്റി എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാനും ധനധാന്യ സമൃദ്ധിക്കും ചാത്തന് നാണയം ഒഴിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. കുത്ത്. പ്രാചീന കാലം മുതൽക്കേ കേരളത്തിൽ ചാത്തൻ ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു. മദ്യം, മാസം, ഇളനീര്, തവിട്, വറപ്പൊടി, തമുക്ക് മുതലായ നിവേദ്യങ്ങൾ വച്ച് പൂജിച്ചതായി അറിയപ്പെടുന്നു. പുരാണ ഇതിഹാസങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും ഈ ദേവതയെക്കുറിച്ച് പരാമർശമില്ല. പുരാതന കാലത്ത് ഗോത്ര സംസ്കൃതിയിലെ ചാത്തൻ, ഗുളികൻ, വസൂരി, മാല, യക്ഷികൾ, ഗന്ധർവന്മാർ, ഭൂതം, മാടൻ, മറുത, മല്ലൻ തുടങ്ങിയ ദേവതകളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ചാത്തൻ സ്വാമിക്ക് ഉള്ളത്. 396 ചാത്തന്മാരിൽ കരിങ്കുട്ടി ചാത്തൻ, ചാത്തൻ പറക്കുട്ടി ചാത്തൻ, തീക്കുട്ടി ചാത്തൻ, പൂക്കുട്ടി ചാത്തൻ, മൂക്കൻ ചാത്തൻ, പുലകുട്ടി ചാത്തൻ, വിഷ്ണുമായ ചാത്തൻ, മായ ചാത്തൻ എന്നീ ചാത്തനുമാർ പ്രധാനികളാണ്. പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് കരിങ്കുട്ടി ചാത്തന് പൂജ ചെയ്തു പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കാര്യത്തിൽ കേമൻ കരിങ്കുട്ടി എന്നൊരു ചൊല്ലുണ്ട്. കച്ചവടം ചെയ്യുന്നവർക്ക് സാമ്പത്തിക ലാഭത്തിനായി ചാത്തനെ ഭജിക്കണം. പെട്ടെന്ന് പ്രസാദിക്കുകയും പെട്ടെന്ന് കോപിക്കുകയും ചെയ്യുന്ന ചാത്തൻ സ്വാമിയെ ഭജിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇരുതല മൂർച്ചയുള്ള വാൾ പോലെയാണ് ചാത്തൻ. ഉപാസന ക്രമം കൃത്യമായി നിഷ്ഠകൾ പാലിച്ചു ചെയ്യുന്ന മന്ത്രജപങ്ങൾക്ക് മാത്രമേ ഫലമുണ്ടാകുകയുള്ളൂ. ദിവസം, സമയം, ജപസംഖ്യ ഒക്കെ പ്രധാനമാണ്. വിശ്വാസത്തോടെയും ഭക്തിയോടെയും ശരിയായ വിധത്തിൽ ജപിച്ചു പ്രാർത്ഥിച്ചാൽ കരിങ്കുട്ടി സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകും. സ്വാമി പ്രസാദിച്ചാൽ ഭക്തന്റെ ആഗ്രഹ പൂർത്തീകരണമാണ് ഫലം.